മിസ്റ്റർ ജഗദീഷ്. Salam Lal. Lal and, Salam. And happy to be a part of Lal Salam. Okay. പൈലി, ഓർമ്മയുണ്ട് ആ കഥാപാത്രം? വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു കഥാപാത്രമായിരുന്നു പൈലി. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ജഗദീഷിന് രസകരമായ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? രസകരമായ ഒരു ഓർമ്മയെന്ന് പറയുന്നത്, ഇത് ശശിയേട്ടനും ബാബുവും അതിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ലാലിൻ്റെ കൂടെയൊക്കെ സിംഗപ്പൂരിലൊന്ന് കറങ്ങണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശശിയേട്ടാ സിംഗപ്പൂരിൽ പോകുന്ന കഥാപാത്രം വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ കഥ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു, സിംഗപ്പൂരിലാണെങ്കിൽ റസൽ ഖാൻ്റെ കൂടെ ഒരു ചെറിയ കഥാപാത്രം ഉണ്ട്, അതിൻ്റെ ഡയലോഗൊന്നുമില്ല, നീ വരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിനേക്കാളും പൈലിയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് എനിക്ക് ശശിയേട്ടൻ തന്നത്. അതിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഹീറോയിൻ സ്കോർ ചെയ്യുന്ന പല സീക്വൻസുകളും ഉണ്ട്, സീൻസും ഉണ്ട്. പക്ഷേ സിനിമ കാണുമ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള ഹീറോയിൻ്റെ സ്കോറിങ് പോലെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന ലെവൽ ചിലപ്പോൾ പലപ്പോഴും സൈലൻസ് കൊണ്ടായിരിക്കാം ഈ ലാലിൻ്റെ സണ്ണിയും ഒരു ഈക്വൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഹീറോയിൻ്റെ മുകളിൽ പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് വർണ്ണപ്പകട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് അധിപൻ. അതിനെക്കുറിച്ച് പറയുമ്പോഴും അധിപനിലെ ആ ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമർ ഇന്നും ദൂരദർശനിലെ ആ ലാല് മദ്യപിച്ചുകൊണ്ട് ദൂരദർശനിൽ ഫോൺ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ടി വിയിൽ അത് കോമഡി എന്താ പറയുക ക്ലിപ്പിങ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ലാലിൻ്റെ ആ പെർഫോമൻസ് ആണ്. അതിൻ്റെ ക്രെഡിറ്റ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഇംപ്രവൈസേഷനാണ് ലാൽ നടത്തിയിട്ടുള്ളത്, യാതൊരു സംശയമില്ല. മോശമായി പോയി, നീ ഇപ്പോൾ വിളിച്ച് സോറി പറഞ്ഞേക്കാം. തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു എന്തൊരു ആശ്വാസം. ജഗദീഷ് ചേട്ടാ, ലാലേട്ടനുമായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിബന്ധത്തെ പറ്റിയിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യാം. വ്യക്തിബന്ധം പറയുകയാണെങ്കിൽ ലാലിന്റെ ചേട്ടന്റെ കൂടെ പഠിച്ച ആളാണ് ഞാൻ, ഒന്ന്. രണ്ട്, ലാല് BCom MG കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം അതിൻ്റെ അടുത്ത വർഷമാണ് ഞാൻ MG കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ലാലിനെ പഠിപ്പിക്കാനുള്ള അവസരം, എനിക്ക് കോമേഴ്സ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു. അതെ. പിന്നെ വേറൊരു കാര്യം, ലാല് ലെഫ്റ്റനന്റ് കേണലായി, ഞാൻ ഈ NCC ഓഫീസർ നിലയിൽ ആർമിയിൽ ഞാൻ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു. പേഴ്സണലായിട്ട് പറയുമ്പോൾ എൻ്റെ ചിന്തകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പലപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷന് ഒരു ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് ഞാൻ കണക്കാക്കുന്നത് ലാലിനെയാണ്. അത് ഞങ്ങൾ ഒരുപാട് അമേരിക്കൻ ഷോസ് നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ യൂറോപ്പ് ഷോസ് നടത്തിയിട്ടുണ്ട്. ഇത്തരം സ്റ്റേജ് ഷോസിലെല്ലാം തന്നെ ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാൽ ഡാൻസിലുണ്ട്, ലാൽ പാട്ടിലുണ്ട്, ലാൽ സ്കിറ്റിലുണ്ട്, ഇതിലെല്ലാത്തിലുമുണ്ട്. അപ്പോൾ റിഹേഴ്സൽ ഓരോ സമയത്തും ഇപ്പോൾ പാട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഡാൻസ് നോക്കാം, അത് കഴിഞ്ഞാൽ സ്കിറ്റ് നോക്കാം. അപ്പോൾ ഈ ഇതിലൊക്കെ എല്ലാത്തിലും ഉള്ളവരെന്ന നിലയ്ക്ക് ഞാൻ ലാലിൻ്റെ കൂടെ നിൽക്കും. മുകേഷ് ദേഷിച്ച് ചോദിക്കും, ഇവിടെ ഈ മനുഷ്യൻ തളരത്തില്ല, ഇവിടെ എന്ത് വേടി ഇത്, ഇവിടെ മരിച്ചാണോ ഇങ്ങനെ ചെയ്യേണ്ടി, എന്ത് വേടി ഇത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ അതല്ല, നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നീ ചെയ്യും, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറിയിരിക്കാറുണ്ട്. അത് ലാൽ ആ വേർപ്പെന്ന് പറഞ്ഞിരുന്നാൽ ലാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്കിറ്റിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടും. ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഷോ ആയതുകൊണ്ട് ലാൽ പാട്ട് പാടണം, അകത്ത് പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, ആ കോസ്റ്റ്യൂം ചെയ്തിട്ട് വേർപ്പ് മാറ്റിയിട്ട് ഉടൻ തന്നെ വരുന്നു. അങ്ങനെയുള്ള ആ സ്പീഡ് വിത്ത് ആക്യുറസി എന്നുള്ളൊരു കാര്യത്തിൽ ആർട്ടിസ്റ്റുകൾ, ഇന്നത്തുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലാണ് മോഹൻലാൽ.